Attention please. Please do not smoke in the terminal building. Smoking is only permitted in the specified smoking areas. Thank you. മലയാളി? ഞാനും അതെ. ഇതാണ് മലയാളി. മലയാള പാട്ടും പാടി മലയാളിയാണെന്ന് അറിഞ്ഞിട്ടും സ്വയം മലയാളി എന്ന് വിശേഷിപ്പിച്ചു നടക്കുന്ന കൂട്ടരാണ് നാം മലയാളികൾ. നാട്ടിലെവിടാ? ഞാൻ ആലുവയില. ഇത് രമേശൻ 2004 കേരളം വിട്ടതാണ്. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാസ ജീവിതം അടുത്തു തിരികെ നാട്ടിലേക്ക് ആദ്യമായി വരികയാണ്. ഒരുപാട് പ്രതീക്ഷകൾ പേറിയാണ് ഈ തിരിച്ചുവരവ്. ഞാൻ തൃശ്ശൂരാണ്. ഇത് അനു. ഈ കഴിഞ്ഞ UK ഒഴുക്കിൽ IELTS പഠിച്ചു എല്ലാവരെയും പോലെ MBA കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു. സംഗതി UK ജീവിതം ദുരിതവും കഷ്ടപ്പാടുമാണെങ്കിലും നാട്ടിൽ സെറ്റിലാകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. എയർ ഇന്ത്യ ആണോ? അതെ, നൊസ്റ്റാൾജിയ. എന്റെ ചേട്ടാ, അലമ്പ് സർവീസാണ്. അയ്യോ, തീരെ മോശമാണോ? ഞാൻ 10-20 കൊല്ലമായി നാട്ടിലേക്ക് പോയിട്ട്. വന്നത് എയർ ഇന്ത്യയിലായിരുന്നു. അപ്പോ ആ ഒരു മനസ്സിലായി. നേരത്തെ പറഞ്ഞ നൊസ്റ്റാൾജിയ അല്ലേ? അല്ല, ഏത് ഫ്ലൈറ്റ് ആണ്? എയർ ഇന്ത്യ. അല്ല, അലമ്പാണെന്ന് പറഞ്ഞിട്ട് പൈസ വേണ്ടേ ചേട്ടാ? നാട്ടിൽ ചെന്നിട്ട് വേണം എന്റെ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് അയവെറുക്കാൻ. ഓണവും വിഷുവും ബക്രീദും റംദാനും എല്ലാം ഒന്ന് അടിച്ചു പൊളിക്കണം. ആലോചിച്ചിട്ട് തന്നെ രോമാഞ്ചം വരുന്നു. ചേട്ടാ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോന്നോ? എന്റെ ഇയർ ഡ്രം അടിച്ചു പോയെന്നേ. അത് പണ്ട്. ഇപ്പൊ ഫുൾ വോളിയത്തിൽ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കില്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നില്ലല്ലോ. ചേട്ടന് നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ലേ? നീ ആരോടും പറയരുത്. ഞാൻ അമേരിക്കയിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ട് പോയതാ. പിന്നെ ഞാൻ മുങ്ങി. ഇടക്കൊന്ന് പൊങ്ങിയപ്പോൾ പോലീസ് പൊക്കി. എന്നെ അവർ ഡിപ്പോർട്ട് ചെയ്തതാ. അപ്പോ നാട്ടിലൊരു കാര്യം അറിയില്ലേ? ചേട്ടാ, ഒരു അനിയത്തി ചേട്ടനെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഇല്ല. ചേട്ടൻ കണ്ട കേരളമല്ല ഇപ്പോഴത്തെ കേരളം. ഒക്കെ മാറി. ഓഹോ. ദൈവത്തിന്റെ നാടായ കേരളമല്ല ഇപ്പോ. പിന്നെ മലിനീകരണത്തിന്റെ സ്വന്തം നാടായ കേരളം. അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. നോ നോ, ഐ വോണ്ട് ബിലീവ് ദിസ്. ചേട്ടാ, ഒരാഘോഷം കഴിഞ്ഞാൽ കുന്നുകൂടുന്ന പ്ലാസ്റ്റിക്കിന്റെ കണക്ക് മാത്രം നോക്കിയാൽ മതി. ചേട്ടന്റെ നാട്ടിൽ പോയി ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, റംസാൻ, ബക്രീദ്, കല്യാണം, പെരുന്നാൾ, ഉത്സവം ഒന്ന് കൂടി നോക്ക്. അപ്പൊ അറിയാം. അല്ല, ചേട്ടന്റെ വിചാരത്തിലുള്ള കേരളം എങ്ങനെയാണ്? ഒരു മിനിറ്റ്. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ, ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. ഇത് തന്നെ ആ പച്ചപ്പും ഹരിതാഭയും. കണ്ടോ കണ്ടോ? ഓ, എന്റെ കേരളം കണ്ടോ? അതൊക്കെ പണ്ട്. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ, ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. അയ്യേ, ഇതെന്താടോ ഇങ്ങനെ ഫുൾ അലമ്പ്? നമ്മുടെ വിവരമില്ലായ്മ. അവനവന്റെ വീടും പറമ്പും മതിലും ചുറ്റും ക്ലീൻ ചെയ്യും. എന്നിട്ട് വേസ്റ്റ് റോട്ടിലും പാടത്തും പുഴയിലും ഒക്കെ കൊണ്ടു തള്ളും. നോക്കി വെറുക്കില്ല, നിന്റെ അന്നം ഇവിടെ മുടക്കില്ല. വേഷം കെട്ടി കളിച്ചാലോ കേരളമാണ് പൊറുക്കില്ല. ഇല്ലയങ്കളിയുടെ നാടാ, അയ്യപ്പന്റെ നാടാ, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാടാ, നങ്ങലിയുടെ നാടാ, കൊച്ചുണ്ണിയുടെ നാടാ, വറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചോര മണ്ണാടാ. എന്തുവാടോ ഇത്? ഇവിടെ പോലീസും നിയമവും ഗവൺമെന്റും ഒന്നും ഇല്ലേ? തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത്. അതാണ് ചേർന്നിപ്പോ പറഞ്ഞ മൂന്നും. ഉണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു ലൈനാണ്. അയ്യേ, വൃത്തികെട്ട മണം. വായു, വെള്ളം, ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ഒരു മനുഷ്യന് വേണ്ട മിനിമം കാര്യങ്ങളാണിത്. ഇങ്ങനെയാണോ ഇപ്പൊ കേരളം? അപ്പൊ ഞാൻ കണ്ട കേരളം നൊസ്റ്റാൾജിയയിൽ മാത്രം. മറന്നു,
പിന്നെ യൂട്യൂബിലും. എന്റെ പൊന്നു ചേട്ടാ, കേരളത്തിലുള്ളവർക്ക് ഐഫോണും റീൽസും സീരിയലും രാഷ്ട്രീയവും പറയാനല്ലാതെ വേറെ ഒന്നിനും നേരമില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? കണ്ടോ, മാലിന്യം വലിച്ചെറിഞ്ഞാലും കത്തിച്ചാലും പിഴ ഈടാക്കും. പക്ഷേ ചില ചേട്ടന്മാർ അത് വലിച്ചെറിയും. ചില അമ്മച്ചിമാർക്ക് വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക് കത്തിച്ചാലേ ഉറക്കം വരൂ. പുക കുറെ തള്ളുന്ന വണ്ടികളിൽ ചീറിപ്പാഞ്ഞാലേ ചിലർക്ക് ത്രിൽ വരൂ. ഇപ്പോ വായുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, ബ്രോങ്കൈറ്റിസ്, നിമോണിയ അങ്ങനെ വന്നോളൂ. ഈ കാര്യത്തിൽ കൊച്ചി, തിരുവനന്തപുരം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരെണ്ണം നീയും ഇട്ടോ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പെസ്റ്റിസൈഡ്, രാസവളം, വെള്ളത്തിന്റെ കാര്യം തീരുമാനമായേ. കോളറ, ടൈഫോയിഡ്, ജോണ്ടിസ്, അല്ലറ ചില്ലറ മറ്റു രോഗങ്ങൾ. പോടോ, മീൻ വരെ ചത്തുപൊങ്ങുന്നു. എന്റെ ദൈവമേ, മായം ചേർക്കാത്ത ഭക്ഷണം എവിടെ കിട്ടും? അതിലൂടെ ക്യാൻസറും പിന്നെ കുറച്ച് ഹോർമോണൽ ഇഷ്യൂ അത്രേ വരൂ. മുക്കിലും മൂലയിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. സ്കോപ്പ് ഉള്ളത് കൊണ്ടാണേ. തീർന്നില്ല. മരം വെട്ട്, പാറ പൊട്ടിക്കൽ, മണ്ണ് കടത്തൽ, മഴക്കാലമേതാ വേനൽക്കാലമേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാതെയായി. മാനം നോക്കി കാലാവസ്ഥ നിർണ്ണയിക്കുന്ന കാരണവന്മാര് ഇപ്പൊ ടിവിയിലും ഗൂഗിളിലും നോക്കിയാണ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് തന്നെ. അതുകൊണ്ടെന്താ, ചെറിയ ലാൻഡ് സ്ലൈഡ്, ചെറിയ പ്രളയം, പ്രകൃതിക്ഷോഭങ്ങൾ ഇതും ഇപ്പൊ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഒരു ദുരന്തം നടന്നാൽ നമ്മൾ മലയാളികൾ കുറച്ചു നേരത്തേക്ക് മനുഷ്യരാവാറുണ്ട്, മനുഷ്യത്വം കാണിക്കാറുമുണ്ട്. ഇവനാണ് അടുത്ത വില്ലൻ, കൊതുക്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, സ്കിൻ അലർജീസ്. ഇതിലൂടെ പുതിയ വായിൽ കൊള്ളാത്ത പേരുള്ള രോഗങ്ങൾ വേറെയും. എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ല. എന്തായാലും നല്ല ഹോസ്പിറ്റൽ ബില്ല് വരുന്ന രോഗങ്ങളാണ്. പുതിയ തലമുറ കൃഷി ചെയ്ത് നാട്ടിൽ ജീവിക്കില്ല. മുക്കിലും മൂലയിലും ഇപ്പോ ബംഗാളികൾ എത്തിയില്ലേ? ഇതിനിപ്പോ എന്താണ് പോംവഴി? ഒരു വഴിയുമില്ല. പരിസ്ഥിതി നിയമങ്ങൾ കർശനമാക്കണം. കൃഷി, മാലിന്യ സംസ്കരണം, ടൗൺ പ്ലാനിംഗ് എന്താണെന്ന് നമ്മൾ പഠിക്കണം, നടപ്പിലാക്കണം. അടിസ്ഥാന ബോധവൽക്കരണ പരിപാടികൾ എല്ലാവരിലേക്കും എത്തിക്കണം. അടുത്ത തലമുറയെങ്കിലും പ്രകൃതിയെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാ നമുക്കൊരു പ്രതിജ്ഞ എടുത്താലോ? ഒന്ന് പോയേ ചേട്ടാ. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ സംഗതി എടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. വരാനിരിക്കുന്ന തലമുറകൾക്ക് ഹരിതവും സംശുദ്ധവുമായ ഒരു കേരളം സമ്മാനിക്കുകയെന്നത് ഇനി വെറും ഒരു സ്വപ്നം മാത്രമല്ല, ഓരോ മലയാളിയുടെയും കടമയാണ്. ഒരു മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാറ്റം നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ശേഷം അത് പ്രവൃത്തിയിലും. ഒരിക്കൽ നമ്മൾ അറിഞ്ഞിരുന്ന കേരളത്തിന്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ മലിനീകരണത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരൂ. നമുക്ക് ഒരു പുതിയ യുഗത്തിലേക്കുള്ള വാതിൽ തുറക്കാം. നമ്മുടെ മണ്ണിനെയും കാലാവസ്ഥയെയും പ്രകൃതിയെയും പരിരക്ഷിക്കാം. ഓർക്കുക, പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ കേരളത്തിന്റെ പച്ചപ്പ് വീണ്ടെടുക്കാനും ഒരു ഏകീകൃത സമൂഹമായി ഉയരാനും ഒരു യഥാർത്ഥ മലയാളിക്ക് കഴിയണം. ശുഭദിനം.